The next lesson that we are going to start is nothing but clubbing of income. So, നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസ് ഫാർ ആസ് an assessee is concerned, his entire incomes are divided into 5 heads. Income from salary, income from house property, profits and gains of business or profession, income from capital gain, and finally IFOs. സോ നമ്മൾ എന്തിനാണ് ഇൻകത്തെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ 5 ഇൻകവും നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നില്ലതും നമ്മൾ ഓരോ ഹെഡ്സും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലും ബ്രെഡ്ത്തിലും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു അസസിയുടെ ടോട്ടൽ 5 സോഴ്സിൽ നിന്നുള്ള ഇൻകവും എടുത്തിട്ട് നമ്മൾ പിന്നെ അത് ടോട്ടൽ ചെയ്ത് നമ്മൾ ക്ലബിങ്ങും സെറ്റ് ഓഫും ആൻഡ് ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിനെ അല്ലെങ്കിൽ ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദ total amount received by an assessee while totaling all the five heads of income and after doing clubbing and set off and carry forward. അത് നമുക്കറിയാം. അപ്പോൾ എന്താണ് ക്ലബ്ബിംഗ് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മൾ ഏതൊരു റൂള് whenever you study any rule you should look back into that provision or that rule so that studying that provision will be little more easier. ഏതൊരു റൂൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ റൂൾ എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ റൂൾ പഠിക്കുക എന്നുള്ളത് ഇറ്റ് വിൽ ബി വെരി ഈസി ടാസ്ക്. അപ്പോൾ നമ്മൾ എന്തിനാണ് ക്ലബ്ബിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ, എ ഡിഫറെൻറ്റ് എക്സാമ്പിൾ. സേ ഫോർ എക്സാമ്പിൾ ഹിയർ ഈസ് ആൻ അസസി മിസ്റ്റർ ജോൺ അറക്കൽ. നെയ്മൊക്കെ കുറച്ച് പഞ്ചാണ് കേട്ടോ. ജോൺ അറക്കൽ. ജോൺ അറക്കലിന് ഒരു 6 ഫ്ലോർ ബിൽഡിംഗ് ഉണ്ട്. 6 ഫ്ലോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 6 നില ബിൽഡിംഗ് ഉണ്ട്. ഓരോ ഫ്ലോറും പുള്ളി റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോണേട്ടന് ഏത് ടൈപ്പ് ഇൻകം ഉണ്ടാവുക നമുക്കറിയാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവുക. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം 10 ലാക്കാണ് ഓരോ ഫ്ലോറിനും ടോട്ടൽ എത്ര ഉണ്ടാവും, ടോട്ടൽ എത്ര ഇൻകം ഉണ്ടാവും 10 ലാക്ക് വെച്ച് 6 ഫ്ലോറിനും. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ ഓരോ ഫ്ലോറും ഇദ്ദേഹം റെൻറ്റിന് കൊടുക്കുന്ന 10 ലാക്കിനാണ്. അങ്ങനെ 6 ഫ്ലോറും ഇയാൾ 10 ലാക്ക് വെച്ച് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു മന്തിൽ കിട്ടുന്ന ഇത് ഇയർലി റെൻ്റ് ആയിട്ട് എടുത്തു ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഒരു ഇയറിൽ കിട്ടുന്ന ടോട്ടൽ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി ഈക്വൽ ടു 60 ലാക്ക്. അപ്പോൾ 60 ലാക്കാണ് ഇയാളെ ടോട്ടൽ റെൻറ്റ് റിസീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർ എക്സാമ്പിൾ 60 ലാക്കാണ്. പിന്നെ നെറ്റ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ് ഒന്നും ഇല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എത്ര തന്നെ 60 ലാക്ക് തന്നെ. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൗ മച്ച് വിൽ പ്രൊവൈഡ് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ടാവും, ഹൗ മച്ച് വിൽ ബി റിമൈനിങ് നെറ്റ് ആനുവൽ വാല്യൂ ഇൻറ്റു 0.7. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ഇത് ഇയാളെ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 42 ലാക്കാണ്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ 42 ലാക്കുമാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇയാളുടെ ടാക്സ് ലയബിലിറ്റി കാണാൻ പോകുന്നത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ജോൺ ഒരു യൂഷ്വൽ അസസി ആണെങ്കിൽ ഫസ്റ്റ് 2,50,000 ടാക്സ് ഫസ്റ്റ് 2,50,000 ഇല്ല. നെക്സ്റ്റ് 2,50,000 12,500. ദെൻ നെക്സ്റ്റ് 5 ലാക്ക് 20%. അപ്പോൾ എത്ര 1 ലാക്ക്. ഇനി ബാക്കി എത്ര ഉണ്ട്, ഇനി ബാക്കി ആൾക്ക് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10 ലാക്കായി. അപ്പോൾ ഇനി 42 ലാക്കിൽ നിന്ന് 10 ലാക്ക് പോയി കഴിഞ്ഞാൽ ഇനി 32 ലാക്ക് ഉണ്ട്. നെക്സ്റ്റ് 32 ലാക്ക് ഹൗ മച്ച് പെർസെൻറ്റേജ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ആസ് ടാക്സ് 30% ടാക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇയാൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 10,72,500 വരും. ഇതിൻ്റെ കൂടെ ഇയാൾ എന്തും കൂടെ കൊടുക്കണം, സെസ്സും കൂടെ കൊടുക്കണം. ഹൗ മച്ച് ഈസ് സെസ് 4% ഓഫ് വാട്ട് വി സേ ടാക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഈസ് ദ ടാക്സ് ലയബിലിറ്റി 11,15,500. ദിസ് വിൽ ബി ഹിസ് ഫൈനൽ ടാക്സ് ലയബിലിറ്റി. ക്ലിയർ ആണല്ലോ, ഇതാണ് കേസ്. അപ്പോൾ നമ്മളറിയാം നമ്മുടെ ജോണേട്ടൻ 6 ഫ്ലോറിൻ്റെ ഓണർ ജോണേട്ടനാണ് ഇതിൻ്റെ 6 ഫ്ലോറിൻ്റെ റെൻറ്റ് പുള്ളിയുടെ അക്കൗണ്ടിലാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഇയാൾക്ക് വരുന്ന എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. ജോണേട്ടൻ ഫാമിലി പ്ലാനിംഗ് ഒക്കെ കുറച്ച് കുറവില്ല ആളാണ്. ജോണേട്ടൻ ഈസ് ഹാവിങ് 4 കിഡ്സ്, 4 മക്കളുണ്ട്. അപ്പോൾ ഈ അടിയിലെ 4 ഫ്ലോറിൻ്റെ റെൻറ്റും ജോണേട്ടൻ എന്ത് പറഞ്ഞു വെച്ചാൽ 4 മക്കളെ പേരിൽ 4 മക്കളെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ 5ാമത്തെ 6ാമത്തെ ഫ്ലോർ, 5ാമത്തെ ഫ്ലോർ ഇയാളും അതുപോലെ തന്നെ ഇയാൾ അക്കൗണ്ടിലോട്ടും 6ാമത്തെ ഫ്ലോർ ഇയാളുടെ സഹധർമ്മിണിയായ വൈഫിനോടും അല്ലെങ്കിൽ അവൾ തല്ലുണ്ടാക്കിയിടും വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നതിലൂടെ നമ്മുടെ ജോണേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണേട്ടന് കിട്ടേണ്ട ഇൻകം ജോണേട്ടൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആർക്കൊക്കെ, മക്കൾക്കും അതുപോലെ തന്നെ വൈഫിൻ്റെ പേരിലും. അപ്പോൾ ഈ ഒരു കേസിൽ ജോണേട്ടൻ ഒരിക്കലും പ്രോപ്പർട്ടി ആരുടെ പേരിലാക്കുന്നില്ല. ഈ 6 ഫ്ലോറിൻ്റെ പ്രോപ്പർട്ടിയുടെ റിയൽ ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിൽ ജോൺ അറക്കലാണ്.
ബട്ട് അതിൻ്റെ ഇൻകം മാത്രമേ ആര് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ജോൺ അറക്കൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻകം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, എക്സാമിൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓരോരുത്തരുടെ കയ്യിലും എന്തുണ്ടാവും, ഇൻകം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ആദ്യം ജോൺ അറക്കലിന് തന്നെ എടുക്കാം. ജോൺ അറക്കലിന് 10 lakh ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവും, നെറ്റ് ആനുവൽ വാല്യൂ 10 lakh. അതുപോലെ തന്നെ 7 lakh എന്തായിട്ട് പോകും, ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് 7 lakh 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും 24 ഇയറിൽ. അപ്പോൾ ബാക്കി 7 lakh ഉണ്ടാവും. 7 lakh എത്ര ടാക്സ് ലാബിലിറ്റി വരിക, 12,500 വരും. പിന്നെ അതുപോലെ തന്നെ 7 lakh എന്ന് പറയുമ്പോൾ 5 lakh നിന്ന് 7 lakh വരെ 2 lakh, 2 lakhന് 20% 40,000. അപ്പോൾ 40,000 ആയിരിക്കും നമ്മുടെ മീൻസ് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ 50 to 500 വരും. പിന്നെ ഒരു 4% ഹൗ മച്ച് സെസ്, അപ്പോൾ സെസ് വരിക 2,100. അങ്ങനെയാണെങ്കിൽ ടാക്സ് ലാബിലിറ്റി വരിക ജോൺ അറക്കലിന് വരിക 54,600. അങ്ങനെ ജോൺ അറക്കലിൻ്റെ പോലെ എത്ര പേരുണ്ട് ഇവിടെ, ജോൺ അറക്കലും പിന്നെ 5 പേരുണ്ട് അല്ലേ, 5 പേരും. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര പേരുണ്ട്, 6 പേരുണ്ട്. അപ്പോൾ ഈ 6 പേരും കൂടെ ടോട്ടൽ ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അമൗണ്ടിങ് ടു 3,27,600. സോ ഐ എം ഇൻവൈറ്റിംഗ് യുവർ അറ്റൻഷൻ ഇൻ ടു 2 figures ഇൻ ദിസ് കേസ്. ആദ്യം ജോണേട്ടൻ്റെ പേരിൽ മാത്രം കംപ്ലീറ്റ് റെൻറ്റും ജോണേട്ടൻ്റെ അക്കൗണ്ടിൽ റിസീവ് ചെയ്ത സമയത്ത് ഇത് കംപ്ലീറ്റ് ജോണേട്ടൻ്റെ ഇൻകമായി മാറി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 60 ലക്ഷം കിട്ടുന്ന റെൻറ്റിൽ നിന്നും ജോണേട്ടന് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് സെസ് 11,15,400 ആണ്. പക്ഷേ ജോണേട്ടൻ ഈ ബാക്കി ഓരോരുത്തർക്കും വീതിച്ച് അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻകം കൊടുത്ത സമയത്ത് ഓരോരുത്തർക്കും വരുന്നത് ഈക്വലായിട്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും വരുന്നത് വെറും 54,600 ആണ്. അങ്ങനെ 4 പേർക്കും കൂടെ ടോട്ടലായിട്ട് വരുന്നത് 3,27,600 ആണ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കിട്ടേണ്ട ഇൻകം ഒന്ന് വഴി തിരിച്ചു വിട്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുത്തപ്പോഴേക്കും ജോണേട്ടൻ്റെ ടാക്സ് ലാബിലിറ്റി 7,87,800 വന്നു. ഇൻകത്തിലൊരു മാറ്റമില്ല. പൈസ കിട്ടുന്നത് ജോണേട്ടൻ്റെ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജോണേട്ടന് കിട്ടുന്ന പോലെ തന്നെയല്ലേ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ ജോണേട്ടൻ ഇവിടെ ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹി ട്രാൻസ്ഫേർഡ് ഹിസ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തു, ജോണേട്ടൻ്റെ ഇൻകമാണ് ബാക്കി 5 ബിൽഡിങ്ങിൻ്റെ ഇൻകം ജോണേട്ടൻ്റെ ഇൻകമാണ്. ഹീ ഈസ് ലയബിൾ ടു, ഓണർ ജോണേട്ടനാണ്. അപ്പോൾ ജോണേട്ടനല്ലേ കിട്ടണ്ടേ. അപ്പോൾ ജോണേട്ടൻ എന്ത് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്തു. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത്, അതർ അസസീസിന് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത്, വിത്ത് എൻ എയിം ഓഫ് റെഡ്യൂസിങ് ഹിസ് ടാക്സ് ലാബിലിറ്റി അല്ലേ. ടാക്സ് ലാബിലിറ്റി കുറഞ്ഞില്ലടോ, 11,15,400 സ്ഥാനത്ത് ഹൗ മച്ച് ഈസ് നൗ ഓൺലി 3,27,600. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇങ്ങനെ എല്ലാ അസസീസും അങ്ങ് ഇൻകം ട്രാൻസ്ഫർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് പാപ്പരാവില്ലടോ. 11,15,400 രൂപ ഇൻകം ടാക്സിൻ്റെ ഖജനാവിലോട്ട് എക്സ്ചക്കറിലോട്ട് വരേണ്ട സ്ഥാനത്ത് ഈ ഒരു ഇൻകം ട്രാൻസ്ഫർ ചെയ്തത് കാരണം വെറും 3,27,600 വരുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട എമൗണ്ടിൻ്റെ പകുതി പോലും ഇൻകം ടാക്സിന് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നോക്കി നിൽക്കാൻ ത്രാണിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. യെസ്, ഇങ്ങനെയുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇൻകം ട്രാൻസ്ഫർ ചെയ്തിട്ടും അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് ടാക്സ് ലാബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്, ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസീസ് ഒരുപാട് പ്രാക്ടീസസ് ചെയ്യും. ഈ പ്രാക്ടീസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസാണ് ആക്ച്വലി ക്ലബ്ബിംഗ് പ്രൊവിഷൻസ്. അപ്പോൾ ഫസ്റ്റ് ക്ലബ്ബിംഗ് പ്രൊവിഷൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്കല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഇൻകവും നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആ ഇൻകത്തുമേ ആരെ കൊണ്ട് ടാക്സ് അടിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ടാക്സ് അടിപ്പിക്കും. അപ്പോൾ ഏതൊക്കെ കേസിലാണ് ക്ലബ്ബിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇൻകം ടാക്സിലെ സെക്ഷൻ 60 ഓൺവേർഡ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ആ കേസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ആ കേസിൽ എന്ത് ചെയ്യുക, ക്ലബ്ബിംഗ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി എന്തിനാണ് ക്ലബ്ബിംഗ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനത്തെ ഇൻകം ടാക്സിലെ ലൂപ്പ് ഹോൾ എടുത്തിട്ട് ഇൻകവും അസറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ട് ടാക്സ് ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ് ചെയ്യുന്ന പ്രാക്ടീസസ് കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ക്ലബ്ബിംഗ് പ്രൊവിഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്ലബ്ബിംഗ് പ്രൊവിഷൻ വേണമല്ലോ, ഇല്ലെങ്കിൽ ആര് കോടീശ്വരനാവും, നമ്മുടെ ജോൺ അറക്കൽ കോടീശ്വരനാവും. അപ്പോൾ ഇവിടുത്തെ റൂൾ ഇതാണ്. ഇവിടെ ജോൺ അറക്കൽ ചെയ്തത് ട്രാൻസ്ഫർ ചെയ്തു ഇൻകം. എന്ത് ട്രാൻസ്ഫർ ചെയ്യാതെ, പ്രോപ്പർട്ടിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൂൾ സെക്ഷൻ 60 പറഞ്ഞ ഇതാണ്. ക്ലബ്ബിംഗ് ചെയ്യുന്ന ഒന്നാമത്തെ കേസാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇൻകം ട്രാൻസ്ഫർ ചെയ്തു, അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ. അങ്ങനെ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഇൻകം, ഇവിടെ ട്രാൻസ്ഫറർ എന്ന് പറഞ്ഞാൽ ജോണാണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ മക്കളും വൈഫുമാണ്. അപ്പോൾ ജോണിൻ്റെ മക്കൾക്കും വൈഫിനാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻകം കിട്ടുന്നത്. ആർക്കാണ് ഇൻകം കിട്ടുന്നത്, ട്രാൻസ്ഫറർ ആയ ജോണിനാണോ അതോ മക്കൾക്കും വൈഫിനാണോ, ട്രാൻസ്ഫറി ആയ മക്കൾക്കും വൈഫിനാണ്. അങ്ങനെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ ദ ഇൻകം received by the transferee will be taxable in the hands of transferor. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് ചുമ്മാ അവിടെ മിണ്ടാതിരുന്നാൽ ഇൻകം കിട്ടിയ ആളെ കയ്യിലല്ല അത് ഇൻകം ടാക്സ് ചെയ്യുക. ആരെ കയ്യിലാണോ ടാക്സ് ചെയ്യുക,
ട്രാൻസ്ഫററുടെ കയ്യിലാണ് ടാക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് ക്ലബ്ബിങ്ങിൻ്റെ ഫസ്റ്റ് പ്രൊവിഷൻ. അപ്പോൾ ക്ലബ്ബിംഗ് പ്രൊവിഷൻ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ജോൺ അറക്കലിന് ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി നോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലബ്ബിങ്ങിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യാമെന്ന് മാത്രം മനസ്സിലാക്കുക. ക്ലബ്ബിങ്ങിൽ ഇത്രേ ഉള്ളൂ, നിങ്ങളുടേതല്ലാത്ത ഒരു ഇൻകത്തിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആരുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നു, നിങ്ങളുടെ ഇൻകമായി കൺസിഡർ ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ഇൻകമായി കൺസിഡർ ചെയ്യപ്പെട്ടാൽ പിന്നെ അതിന് ടാക്സ് ആര് കൊടുക്കണം? യു ഹാവ് ടു പേ. സോ അങ്ങനത്തെ ഫസ്റ്റ് സിറ്റുവേഷനാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അപ്പോൾ ഇവിടെ അബു ഈ 3,27,500 എന്നുള്ള സിറ്റുവേഷൻ നമ്മുടെ അബുവിന് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. കാരണം ആസ് പെർ ക്ലബ്ബിംഗ് പ്രൊവിഷൻ വെൻ ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് വിത്തൗട്ട് transfer of income without a transfer of asset, then the income received by transferee will be taxable in the hands of transferor only. ഓക്കെ, അതാണ് ക്ലബ്ബിങ്ങിൻ്റെ ഫസ്റ്റ് സിറ്റുവേഷൻ. ഇതുപോലെ നമ്മൾ ക്ലബ്ബിങ്ങിൻ്റെ ഓരോ സിറ്റുവേഷൻസും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലബ്ബിംഗ് നടത്തും. നെക്സ്റ്റ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ് റിഗാർഡിംഗ് റിവോക്കബിൾ ട്രാൻസ്ഫർ. റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് കൊടുക്കുക, അതാണ് ട്രാൻസ്ഫർ സിമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫറിനെ പഠിക്കാനൊക്കെ ഉണ്ട്, നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. ബട്ട് ഫോർ ദ ടൈം ബീങ് മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു ടൈപ്പാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ. ഒരു ട്രാൻസ്ഫർ റിവോക്കബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യുക അങ്ങനെയൊക്കെ ഒരു വേർഡ് മീനിങ് ആണ്. ഒരു ട്രാൻസ്ഫർ എപ്പോഴാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ആവുക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ട്രാൻസ്ഫർ പ്രകാരമുള്ള എഗ്രിമെൻറ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്, റീട്രാൻസ്ഫറിൻ്റെ പ്രൊവിഷൻ. റീട്രാൻസ്ഫറിൻ്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു, അത് റിവോക്കബിൾ ട്രാൻസ്ഫർ ആവും എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്ക് എക്ക് തന്നെ ഇത് തിരിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ, പാർട്ടായിട്ടോ ഹോളി ആയിട്ടോ. അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് ആണെങ്കിൽ ആ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിൻ്റെ എഗ്രിമെൻറ്റ് എന്ത് എഗ്രിമെൻ്റാണ്? റിവോക്കബിൾ ട്രാൻസ്ഫർ എഗ്രിമെൻ്റാണ്. അതുപോലെ ട്രാൻസ്ഫർ റിവോക്കബിൾ ആവും എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ എഗ്രിമെൻറ്റ് പ്രകാരം ട്രാൻസ്ഫറർക്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്ക് ഈ അസറ്റിൽ ഏത് അസറ്റാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ അസറ്റിൽ വീണ്ടും അധികാരം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും അവകാശം സ്ഥാപിക്കാനുള്ള റൈറ്റ് അത് ആ ട്രാൻസ്ഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലും ആ ട്രാൻസ്ഫർ എന്താവും, റിവോക്കബിൾ ആവും. വൺസ് അഗൈൻ റിപ്പീറ്റ്, ട്രാൻസ്ഫർ ഈസ് സെഡ് ടു ബി റിവോക്കബിൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻ എ പ്രൊവിഷൻ ഓഫ് റീട്രാൻസ്ഫർ. then it gives right to transferor to assume power over income or asset, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ ഇൻകത്തിന്മേ അല്ലെങ്കിൽ അസറ്റിന്മേ അപ്പോൾ വീണ്ടും അധികാരം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അധികാരം റൈറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്, ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ എന്താവും, റിവോക്കബിൾ ട്രാൻസ്ഫർ ആവും. പക്ഷേ അപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ ആയിട്ട് ഒരു ട്രാൻസ്ഫർ ബിക്ക് നടത്തി കഴിഞ്ഞാൽ ബിക്ക് ഇൻകം ഉണ്ടായി കഴിഞ്ഞാലും ആ ഇൻകം ട്രാൻസ്ഫറായ ആരുടെ കയ്യിൽ തന്നെ നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ, എൻ്റെ കയ്യിൽ തന്നെ ടാക്സ് ചെയ്യുള്ളൂ. അതാണ് സെക്കൻഡ് ക്ലബ്ബിംഗ് പ്രൊവിഷൻ 61 പറയുന്നത്, ഇൻകം അറൈസിംഗ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അപ്പോൾ എന്താണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ന് പഠിക്കുക. റിവോക്കബിൾ ട്രാൻസ്ഫർ ഒരു അസസി നടത്തി കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫറർക്ക് കയ്യിലാണ് നമ്മൾ ഇൻകം ടാക്സ് ചെയ്യുക, ആർക്ക് കിട്ടിയാലും, ട്രാൻസ്ഫറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും. പിന്നെ ട്രാൻസ്ഫർ റിവോക്കബിൾ അല്ല രണ്ട് സിറ്റുവേഷൻസിൽ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ഫർ റിവോക്കബിൾ ആവില്ല ഇൻ ദീസ് 2 സിറ്റുവേഷൻസ്. കാരണം വെച്ചാൽ ട്രാൻസ്ഫറിൻ്റെ ജീവിതത്തിനുള്ളിൽ ലൈഫ് ടൈമിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം ഇത് റിവോക്കബിൾ അല്ലെങ്കിൽ അത് റിവോക്കബിൾ അല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മുമ്പാണ് നമ്മൾ ചെയ്തത്, പക്ഷേ ഒരു 6 വർഷത്തെ അത് ആ കണ്ടീഷൻ ഒന്ന് പഠിക്കൊന്നും വേണ്ട, ദാറ്റ്സ് ഓൾഡ്. ഓക്കെ, അപ്പോൾ 2 പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു, 2 കേസുകൾ നമ്മൾ പഠിച്ചു ക്ലബ്ബിംഗ് ചെയ്യുന്നത്. ഇനി അതിമനോഹരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കുന്ന ഒരു ക്ലബ്ബിംഗ് പ്രൊവിഷനാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ തിങ്, ലെറ്റ് മീ ഗിവ് ആൻ എക്സാമ്പിൾ. വൈഫ് ഈസ് എ ഡോക്ടർ. സോ വൈഫ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വൈഫ് ഈസ് ഒരു ഗൈനക് ഡോക്ടറാണ്. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ മിസ്റ്റർ ഒരു ഫോർ എക്സാമ്പിൾ ലീല ഒരു എന്താ പറയുക ഗൈനക് ഡോക്ടറാണ്. ലീലയ്ക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് ക്ലിനിക്ക് ഉണ്ട്, അവിടെ ഒരുപാട് നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലീലൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ലീലൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ലീലൻ്റെ സ്പൗസ് അത്ര വലിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല ആളല്ല. പുള്ളി അവിടെ ചുമ്മാ ലീല എന്ത് ചെയ്യുന്നു വെച്ചാൽ, പുള്ളി MBA ഒന്നുമില്ല ആളൊന്നുമല്ല, ചുമ്മാ 10ാം ക്ലാസ് മുസ്തിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ലീല എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവന്മാരത് ലവ് മാരേജൊക്കെ ആയിരുന്നു. സ്നേഹത്തിന് മതമില്ല, ജാതിയില്ല, വിദ്യാഭ്യാസം ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല എന്നൊക്കെയല്ലേ പറയാം. ഫൈൻ. അപ്പോൾ ലീല എന്ത് ചെയ്തു വെച്ചാൽ, ഹസ്ബൻഡ് ചുമ്മാ തേരാവാറ നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീല സ്വന്തം ക്ലിനിക്കിൽ ഹസ്ബൻഡിനെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, ഓപ്പറേഷണൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഓപ്പറേഷണൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് കിടിലൻ എന്തും കൊടുത്തു, നല്ല സാലറിയും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ പറഞ്ഞത് എന്താ വെച്ചാൽ,
അല്ലെങ്കിൽ ആ ഒരു കേസിൽ ക്ലബ്ബിംഗ് പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്കറിയാം ലീല ഈ ഹസ്ബൻഡിന് കൊടുക്കുന്ന പൈസ ഇത് അവസാനം വന്നെത്തുന്നത് ഹസ്ബൻഡും വൈഫും തല്ലൊന്നുമില്ലെങ്കിൽ നമുക്കറിയാം ഇത് ആർക്ക് തന്നെയാണ്, ലീലയുടെ കയ്യിൽ തന്നെയാണ് വന്നെത്തുന്നത്. പിന്നെ ഹസ്ബൻഡിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് തികച്ചും എന്താണ്, അൺറീസണബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ്, ക്ലബ്ബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ക്ലബ്ബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്ലബ്ബിംഗ് പ്രൊവിഷൻ പറയുന്നത് ഇതാണ്: ഇൻകം ഓഫ് ദ സ്പൗസ് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അസസി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. എന്ന് പറഞ്ഞാൽ ലീലൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യും ആരുടെ ഇൻകം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഇൻകം ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കണ്ടീഷൻസ് ഉണ്ട്. ഇൻകം ഷുഡ് ബി ഇൻ ദ നേച്ചർ ഓഫ് സാലറി, കമ്മീഷൻ, ബോണസ്. ഇൻകം എന്താവുക, സാലറി ആവുക, കമ്മീഷൻ ആവുക, ബോണസ് ആവുക, റെമ്യൂണറേഷൻ ആവുക. ഇനി സച്ച് റെമ്യൂണറേഷൻ ഷുഡ് ബി റിസീവ്ഡ് ഫ്രം എ കൺസേൺ വേർ അസസി ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഈ വേർഡ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടതാണ്. ആ റെമ്യൂണറേഷൻ നമുക്ക് കിട്ടിയത് ലീലക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ആയിരിക്കണം. അപ്പോൾ ലീലൻ്റെ ഓണർഷിപ്പുള്ള സ്ഥാപനം പിന്നെ ലീലക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനമല്ലേ, ഉറപ്പായിട്ടും. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീലക്ക് ഇവിടെ ഫുൾ 100% ഓണർഷിപ്പാണ്. ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 20% ഓർ മോറാണ്. അപ്പോൾ 20% ഓർ മോർ ഷെയർ ഹോൾഡിങ്ങിൽ ഒരു കമ്പനിയിൽ ലീല വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹസ്ബൻഡിനെ ഓപ്പറേഷൻ മാനേജറായിട്ട് വെച്ചാലും ഏത് പ്രൊവിഷൻ വരും, ക്ലബ്ബിംഗ് പ്രൊവിഷൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനി ആണെങ്കിൽ 20% മോർ വോട്ടിംഗ് ഷെയർ അല്ലെങ്കിൽ ഷെയർ ഓഫ് ഹോൾഡിംഗ് വോട്ടിംഗ് പവർ. അതല്ലാത്ത കൺസേൺ ആണെങ്കിൽ 20% ഓർ മോർ പ്രോഫിറ്റ് ഷെയർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിന് എന്തില്ല, ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. സേ ഫോർ എക്സാമ്പിൾ ലീലൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ വല്ല HR മാനേജറോ അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റിലൊക്കെ MBA എല്ലാ ആളോ അല്ലെങ്കിൽ ഒരു ചാർട്ടർ അക്കൗണ്ടൻറ്റോ അങ്ങനെയൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ടെക്നിക്കലി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബിംഗ് പ്രൊവിഷൻ അപ്ലൈ ചെയ്യൂല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേർ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഇങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ അസസിൻ്റെ ലീലയുടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ നമ്മുടെ സ്പൗസിനെ വർക്ക് ചെയ്തിട്ട് വല്ല റെമ്യൂണറേഷനും അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പൗസ് എങ്ങനത്തെ സ്പൗസാണ്, ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത സ്പൗസാണ്. ഉള്ള സ്പൗസാണെങ്കിൽ ഇത് അപ്ലിക്കബിൾ ആവില്ല. ഇല്ലാത്ത സ്പൗസാണെങ്കിൽ ആ സ്പൗസിൻ്റെ ഇൻകം നമ്മൾ ആരെ ഹാൻഡ്സിൽ നമ്മൾ ടാക്സ് ചെയ്യും, നമ്മുടെ ലീലൻ്റെ ഹാൻഡ്സിൽ എന്ന് പറഞ്ഞാൽ അസസിൻ്റെ ഹാൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. കാരണം ഇത് അസസിക്ക് കിട്ടേണ്ട പൈസയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് സ്പൗസിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവില്ല എപ്പോൾ, ഇഫ് ദ അസസി അല്ല സ്പൗസ് ഈസ് ഹാവിങ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ക്ലബ്ബിംഗ് പ്രൊവിഷൻ എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യില്ല. ഇനി നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെ രണ്ട് പേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി സേ, നമ്മൾ ഒരു 25% ഷെയർ ആ സ്ഥാപനത്തിൻ്റെ ലീലക്കാണ്, അതുപോലെ ഒരു 30% ഷെയർ ആർക്കാണ്, നമ്മുടെ ഹസ്ബൻഡിനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്ലബ്ബ് ചെയ്യാൻ പോകുന്ന ഇൻകം ഒഴിച്ച് ബാക്കി ഇൻകം അതർ ഇൻകം എല്ലാം കൂട്ടിയിട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് അയാളുടെ കയ്യിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ക്ലബ്ബ് ചെയ്യുക. സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ഓഫ് സ്പൗസ്. റെമ്യൂണറേഷൻ കൈൻഡ് ടു സ്പൗസ് ഫ്രം എ കൺസേൺ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിംഗ് പ്രൊവിഷനാണ്. ഫൈൻ. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊവിഷൻ്റെ കണ്ടിന്യൂഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻകം ഓഫ് സ്പൗസ് ഫ്രം എ കൺസേൺ ഇൻ വിച്ച് അസസി ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അതേപോലത്തെ ഒരു പ്രൊവിഷനാണ് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു സ്പൗസ്. നമ്മുടെ അസസി എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. ഈ രണ്ട് ടേമും ഞാൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. ഫ്രീ ആയിട്ട് കൊടുത്തു അല്ലെങ്കിൽ ആഡിക്വേറ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതെ കൊടുത്തു. എന്നിട്ട് ആ കൊടുത്ത അസറ്റിൽ നിന്നും നമ്മുടെ അസസിക്കല്ല, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ പേരിലൊരു സ്ഥലം കൊടുത്തു, ചുമ്മാ ഫ്രീ ആയിട്ട് ഹസ്ബൻഡ് വൈഫിന് ഒരു സ്ഥലം കൊടുത്തു. വൈഫിന് ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് അഗ്രികൾച്ചർ ഇൻകം അതുപോലെ തന്നെ മറ്റ് ഇൻകം ഒക്കെ ജനറേറ്റ് ആയി. അങ്ങനെ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഇൻകം ആ സ്ഥലം കൊടുത്ത ട്രാൻസ്ഫറായ ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. അപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പൗസിന് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന് കൊടുക്കട്ടോ. ഹസ്ബൻഡ് വൈഫിന് ഒരു പ്രോപ്പർട്ടി അസറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത പ്രോപ്പർട്ടിമെന്ന് വല്ല ഇൻകവും ആ ട്രാൻസ്ഫർ ആയ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഇത് കിട്ടിയത് അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരാണോ നമ്മുടെ ട്രാൻസ്ഫർക്ക് ഇത് കൊടുത്തത്, ഹസ്ബൻഡ് വൈഫിന് കൊടുത്താണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ, വൈഫ് ഹസ്ബൻഡിന് കൊടുത്താണെങ്കിൽ വൈഫിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ക്ലബ്ബിംഗ് പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവും. ഇനി ഈ ക്ലബ്ബിംഗ് പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവണമെങ്കിൽ വൈഫും ഹസ്ബൻഡും തമ്മിൽ അടിച്ച് പിരിയരുത് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് വൈഫും ഹസ്ബൻഡ് അവിടെ എന്ത് ചെയ്യണം, അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ക്ലബ്ബിംഗ് പ്രൊവിഷൻ എന്ത് ചെയ്യൂല, അട്രാക്റ്റ് ചെയ്യൂല എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ദ അസറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ഇൻ ആൻ എഗ്രിമെൻറ്റ് ടു ലിവ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ആയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഡിവോഴ്സ് ആയപ്പോൾ കോടതി റൂൾ വന്നു ഹസ്ബൻഡ് വൈഫിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എന്താ പറയുക പ്രോപ്പർട്ടി കൊടുക്കണം എന്നൊക്കെ ഐ മീൻ കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ആ പ്രോപ്പർട്ടി അവൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ പിന്നെ അവൾ പോവും ചെയ്തു. പിന്നെ അവൾക്ക് കിട്ടിയ ഇൻകത്തുമ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ ഇൻകമായി കൺസിഡർ ചെയ്ത് ടാക്സും കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, കോടതിൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടും അല്ലേ, അത്ര ദേഷ്യമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത് അപ്ലിക്കബിൾ ആവില്ല. എഗ്രിമെൻറ്റ് ലീവ് അപ്പാർട്ട് ഉണ്ടെങ്കിൽ അത് അപ്ലിക്കബിൾ ആവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫിന് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, ഒരു ഫോർ എക്സാമ്പിൾ ഒരു FD ട്രാൻസ്ഫർ ചെയ്തു 10 ലക്ഷം. വൈഫ് ആ FD എടുത്തിട്ട് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ വൈഫിന് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലബ് ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. We can have some example from the study materials. Illustration 1. Mr. Watson transfer ചെയ്തു a duly registered document the income arising from a godown to his son. ഒരു ഗോഡൗണിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻകം മകൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ അറക്കൽ ജോണിൻ്റെ കഥ പറഞ്ഞ ഓർമ്മല്ലേ, വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ഗോഡൗൺ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഹിയർ ഈസ് എ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഏതാണ് സെക്ഷൻ 60. അപ്പോൾ ട്രാൻസ്ഫർ റെൻറ്റ് റിസീവ് ചെയ്യുക ആരാണ്, സണ്ണാണ്. പക്ഷേ ഇത് ട്രാൻസ്ഫർ ചെയ്ത വത്സൻ്റെ കയ്യിൽ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ദാറ്റ് ഈസ് സെക്ഷൻ 60 ക്ലബിംഗ് പ്രൊവിഷൻ്റെ ഫസ്റ്റ് കേസ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. നെക്സ്റ്റ് മിസ്റ്റർ എ 25% വോട്ടിംഗ് പവർ ഉണ്ട് എക്സ് ലിമിറ്റഡിൽ. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, അബ്സല്യൂട്ട്ലി സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മിസ്റ്റർ എ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സിസ് എൻ്റെ വൈഫ് വർക്കിംഗ് ആസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇൻ എക്സ് ലിമിറ്റഡ് അറ്റ് എ സാലറി ഓഫ് 30,000 പെർ മന്ത്. അപ്പോൾ 30,000 പെർ മന്ത് സാലറി വാങ്ങിയിട്ട് എൻ്റെ വൈഫ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് സ്ഥാപനത്തിലുള്ള എൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് അവർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ജോബ്, ദാറ്റ് ഹാസ് ടു ബി അണ്ടർലൈൻഡ്. അവൾ ജോബിന് ക്വാളിഫൈഡ് അല്ല, തരികിടാണ്, ഉടായ്പാണ്. Okay, the other income of Mr. A and Mrs. A are 7 lakh and 4 lakh respectively. Compute the gross total income of Mr. A and Mrs. A. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്ലബിംഗ് പ്രൊവിഷൻ അപ്ലിക്കബിൾ ആണോ അല്ലേ. ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ അസസിയുടെ വൈഫ് എന്ത് ചെയ്യുന്നു, ഇൻകം റിസീവ് ചെയ്യുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ക്ലബ്ബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റർ എൻ്റെ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ 7 lakh ആണ്. അപ്പോൾ മിസ്റ്റർ എൻ്റെ സാലറി ഇൻകാണ്. ദ അതർ ഇൻകം ഓഫ് മിസ്റ്റർ എ അതർ ഇൻകം 7 lakh ആണ്. ഓക്കെ ഫൈൻ. പിന്നെ അതുപോലെ തന്നെ മിസ്സിസ് എക്ക് കിട്ടിയ ഇൻകം ഏതാണ്, സാലറി ഇൻകാണ്. അപ്പോൾ സാലറി ഇൻകം ആകുമ്പോൾ ഉറപ്പായിട്ട് അവിടെ സെക്ഷൻ 16(1)(a) എന്തുണ്ടാവും, സ്റ്റാൻഡേർഡ് സെക്ഷൻ 50,000 ഉണ്ട്. അപ്പോൾ 3,60,000 വന്നാൽ എങ്ങനെ വെച്ചാൽ 30,000 × 12. അപ്പോൾ ഇതാണ് മിസ്സിസ് എൻ്റെ ക്ലബ് ചെയ്യുന്ന മിസ്റ്റർ എൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്യുന്ന ഇൻകം. അപ്പോൾ മിസ്റ്റർ എൻ്റെ കയ്യിൽ മിസ്സിസ് എൻ്റെ ഒരു 3,60,000, അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കി 3,10,000 പിന്നെ മിസ്റ്റർ എൻ്റെ 7 lakh ടോട്ടൽ 10,10,000 ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും, മിസ്റ്റർ എൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ്, മിസ്സിസ് എ വാസ് ക്വാളിഫൈഡ് ഫോർ ദ ജോബ്. മിസ്സിസ് എ ജോബിന് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെ ഇൻകം ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും, മിസ്സിസ് എൻ്റെ ഇൻകം ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മൾ ക്ലബിങ് ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ല. ഓക്കെ, another question. മിസ്റ്റർ ബി ഹോൾഡ് ഷെയർസ് ക്യാരിങ് 30% വോട്ടിംഗ് പവർ. 30% വോട്ടിംഗ് പവർ ഇല്ല ഷെയർസ് വൈ ലിമിറ്റഡിലും ബീൻ്റെ കയ്യിലുണ്ട്. ബീൻ്റെ വൈഫ് അവിടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗെറ്റിംഗ് ആൻ ഇൻകം ഓവർ ഹെഡ് സാലറി 3,44,000. കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമേ കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ ഇൻ അക്കൗണ്ടൻസി, ബിടെക് കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടൻ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, Mr. B also receives 30,000 as interest on securities. Mr. B owns a house property which he has let out. Rent received from tenant is 6,000 per month. Compute the gross total income of Mr. B and Mrs. B. അപ്പോൾ മിസ്സിസ് ബിക്കാണ് ഹൗസ് പ്രോപ്പർട്ടി ഇല്ലേ, ഫൈൻ. അപ്പോൾ അവിടെ മിസ്സിസ് ബിക്ക് 3,44,000 സാലറി കിട്ടി അക്കൗണ്ടൻ്റ് ആയിട്ട്. ഏത് സ്ഥാപനത്തിൽ നിന്ന്, നമ്മുടെ മിസ്റ്റർ ബിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ നിന്ന്. അപ്പോൾ ക്ലബ്ബ് ചെയ്യൂലേ വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് അസസിൻ്റെ സ്പൗസിന് കിട്ടിക്കഴിഞ്ഞാൽ, റെമ്യൂണറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലബിങ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ക്ലബിങ് ചെയ്യുന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ മിസ്റ്റർ ബീൻ്റെ അതർ ഇൻകംസ് ഒന്നും ഇവിടെ പറയുന്നില്ല. മിസ്റ്റർ ബീൻ്റെ കയ്യിലപ്പോൾ മിസ്സിസ് ബിക്ക് വൈഫിന് കിട്ടുന്ന 3,44,000 നമ്മൾ എന്ത് ചെയ്യും, ഇൻകമായിട്ട് ക്ലബ്ബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ബിക്ക് ഒരു 30,000 എന്ത് ചെയ്യുന്നുണ്ട്, സാലറിക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാത്ത ഇറ്റ്സ് ഓൾറെഡി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹാസ് ബീൻ ഓൾറെഡി പ്രൊവൈഡഡ്. സോ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. സോ ദ ബാലൻസ് എമൗണ്ട് ടോട്ടൽ നമ്മുടെ ബീൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ചെയ്യുന്ന 3,44,000 പിന്നെ ബീൻ്റെ സ്വന്തം ഇൻകമായ 30,000.
ഇനി ബീൻ്റെ വൈഫിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് റെൻറ്റ് റെസീവ്ഡ് 6000 പെർ മന്ത് ഉണ്ട്. അപ്പോൾ റെൻറ്റ് റെസീവ്ഡ് 6000 പെർ മന്ത് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ 6000 × 12 70,000, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കിട്ടും. അപ്പോൾ ബാക്കി എത്ര 50,400. അപ്പോൾ ബാക്കി നമ്മുടെ മിസ്സിസ് ബീൻ്റെ വൈഫിന് കിട്ടേണ്ട ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് വിൽ ബി 50,400. അപ്പോൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട് ക്ലബിംഗ് പ്രൊവിഷൻ ഇവിടെ അപ്ലിക്കബിൾ ആയി. അപ്പോൾ ഇവിടെ സ്പൗസുമായി ബന്ധപ്പെട്ട് 2 റൂൾസാണ് വരുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസ് അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ ടെക്നിക്കലി പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത സ്പൗസ് വല്ല ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം സ്പൗസിൻ്റെ കയ്യിലല്ല ടാക്സ് ചെയ്യുക, ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അസസി. സെക്കൻഡ് പ്രൊവിഷൻ, ഇഫ് ദ അസസി ട്രാൻസ്ഫർ എനി പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ inadequate consideration, then any income arising out of that property to the spouse will be taxable in the hands of അസസി ഓർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ട്രാൻസ്ഫറർ. ഈ 2 പ്രൊവിഷനാണ് സ്പൗസുമായി ബന്ധപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ അസറ്റ് ട്രാൻസ്ഫർ ടു സൺസ് വൈഫ്, മോൻ്റെ ഭാര്യൻ്റെ പേരിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് ആരെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ അമ്മായിയച്ഛനോ അമ്മായിയമ്മയോ, ഓക്കെ, ഫാദറിൻലോ ഓർ ബ്രദറിൻലോ ഓൾറെഡി ഫാദറിൻലോ അല്ലെങ്കിൽ മദറിൻലോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു ആരുടെ പേരിൽ, നമ്മുടെ സണ്ണിൻ്റെ വൈഫിൻ്റെ പേരിൽ വിത്തൗട്ട് അഡിക്കേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ, വിത്ത് ഫുൾ കൺസിഡറേഷൻ അല്ല കേട്ടോ. അപ്പോൾ പഴയ പോലെ തന്നെ അങ്ങനെയെങ്കിൽ വല്ല ഇൻകവും, പ്രോപ്പർട്ടി ഇപ്പോൾ ആരുടെ കയ്യിലല്ലത്, നമ്മുടെ സണ്ണിൻ്റെ വൈഫിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ സണ്ണിൻ്റെ വൈഫിന് വല്ല ഇൻകവും ഈ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ തന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ട്രാൻസ്ഫറർ. കൊടുത്ത ഫാദറിൻലോയോ അല്ലെങ്കിൽ ബ്രദറിൻലോയോ അവരെ കയ്യിലാണ് ടാക്സ് ചെയ്യുക. അല്ലാതെ ആർക്ക് ഇത് ഇൻകം റിസീവ് ചെയ്യുന്ന പാവം നമ്മുടെ ഇവരുടെ ഡോട്ടറിൻലോ അല്ലേ, അവരുടെ കയ്യിലല്ല എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ഓക്കെ. ദെൻ ക്ലബിംഗ് ഓഫ് മൈനേഴ്സ് ഇൻകം ലാസ്റ്റ് കേസാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. എന്താ കേസ് വെച്ചാൽ സെക്ഷൻ 64(1) വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലബിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. നമ്മുടെ മൈനർ ചൈൽഡിൻ്റെ ഇൻകം പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്യും. ഏത് ഇൻകം മൈനറിന് കിട്ടിയാലും എക്സെപ്റ്റ് ദീസ് 3, ഈ 3 ഇൻകം അല്ലാത്ത ഏത് ഇൻകം നമ്മുടെ മൈനറിന് ഉണ്ടായിക്കഴിഞ്ഞാലും, മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി ഈസ് ദ ഏജ് ഓഫ് 18 years അല്ലേ, അതൊക്കെ അറിയാം. അപ്പോൾ മാനുവൽ വർക്കെന്നോ അല്ലെങ്കിൽ സ്കിൽ ആൻഡ് ടാലൻറ്റെന്നോ അല്ലെങ്കിൽ ഒരു മൈനർ സഫറിങ് ഫ്രം ഡിസബിലിറ്റിയിലെ മൈനർ ആണെങ്കിൽ വല്ല ഹാൻഡിക്കപ്പ്നെസ് ഒക്കെ ഉള്ള മൈനർ ആണെങ്കിൽ ഈ 3 കേസിൽ നമ്മൾ മൈനറിൻ്റെ ഇൻകം മൈനറിൻ്റെ കയ്യിൽ തന്നെ ടാക്സ് ചെയ്യും. അല്ലാത്ത ഏത് കേസിലും മൈനറിൻ്റെ ഇൻകം, ഫോർ എക്സാമ്പിൾ മൈനറിൻ്റെ പേരിൽ ഒരു FD ഉണ്ട്, ആ FDന്ന് മൈനറിന് ഇൻകം കിട്ടി, ഇത് 3 കേസാണോ? അല്ല. അപ്പോൾ ക്ലബ്ബ് ചെയ്യൂലേ? ക്ലബ്ബ് ചെയ്യണം. മൈനർ എന്ത് ചെയ്തു വെച്ചാൽ അടിപൊളി സിംഗറാണ്, അവൻ പോയിട്ട് പാട്ട് പാടി നല്ല എമൗണ്ട് വാങ്ങി വന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി വന്നാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഔട്ട് ഓഫ് സ്കിൽ ആൻഡ് ടാലൻറ്റ്. അപ്പോൾ നമ്മൾ ക്ലബ്ബ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലബ്ബ് ചെയ്യണം. അപ്പോൾ ക്ലബ്ബ് ചെയ്യണം ആരുടെ ഇൻകത്തിൻ്റെ കൂടെ? പാരൻറ്റിൻ്റെ ഇൻകത്ത് കൂടെ. പാരൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിംഗിളല്ല, ആരാണ്? ഡബിളാണ്. അച്ഛനും അമ്മയില്ലേ, അപ്പോൾ ആരുടെ കയ്യിലാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യുക? വി വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാരൻറ്റ് ഹാവിങ് മോർ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലബ്ബിങ് ചെയ്യുന്നതിന് മുന്നേ ഏത് പാരൻറ്റിൻ്റെ കയ്യിലാണോ കൂടുതൽ ഇൻകം ഉള്ളത് ആ പാരൻറ്റിൻ്റെ കയ്യിലാണ് നമ്മൾ മൈനറിൻ്റെ ഇൻകം എന്ത് ചെയ്യുക? ക്ലബ്ബ് ചെയ്യുക. ഇനി ഏത് പാരൻറ്റിൻ്റെ കൂടെയാണോ മൈനറിൻ്റെ ഇൻകം നമ്മൾ ക്ലബ്ബ് ചെയ്തത് അവർക്കൊരു ഇടക്കാല ആശ്വാസം ആയിക്കാണ്ട് എത്ര ഇൻകം ക്ലബ്ബ് ചെയ്താലും 1500 രൂപ എന്ത് കൊടുക്കും? എക്സംഷൻ കൊടുക്കും. സെക്ഷൻ 1032 1500 രൂപ എന്ത് കൊടുക്കും? നമ്മൾ എക്സംഷൻ കൊടുക്കും സെക്ഷൻ 1032. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലബ്ബിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം പാരൻ്റ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ മാരേജ് റിലേഷനൊക്കെ നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അച്ഛനും അമ്മയും അടിച്ച് പിരിഞ്ഞതാണെങ്കിൽ നമ്മൾ ഏത് പാരൻറ്റിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ മൈനേഴ്സ് ഇൻകം വിൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാരൻറ്റ് വിത്ത് ഹൂം ദ അസസി ഈസ് സ്റ്റേയിങ്. അസസി അല്ല, വിത്ത് ഹൂം ദ മൈനർ ഈസ് സ്റ്റേയിങ്. മൈനർ ആരെ കൂടെയാണോ നിൽക്കുന്നത് അവരുടെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇൻകം ക്ലബ്ബ് ചെയ്യുക. പിന്നെ ചൈൽഡ് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡും ഇൻക്ലൂഡറാണ്. അപ്പോൾ മൈനർ ഇൻകം ക്ലബ്ബ് ചെയ്യും. മാനുവൽ വർക്ക്, സ്കിൽ ആൻഡ് ടാലൻറ്റ്, സഫറിങ് ഫ്രം ഡിസബിലിറ്റി ഉള്ള മൈനർ, ഇവരല്ലാത്ത ഈ 3 കേസിലല്ലാത്ത എല്ലാ ഇൻകം മൈനർ കിട്ടിയാലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലബ്ബ് ചെയ്യും. പാരൻ്റെ കൂടെ. ഏത് പാരൻ്റെ കൂടെ? പാരൻ്റ് ഹാവിങ് മോർ ഇൻകം. പിന്നെ അതുപോലെ തന്നെ ഏത് പാരൻ്റെ കയ്യിലാണോ മൈനർ ഇൻകം ക്ലബ്ബ് ചെയ്തത് ആ പാരൻറ്റിന് ഒരു 1500 രൂപ എക്സംഷൻ കിട്ടും സെക്ഷൻ 1034. പിന്നെ അസറ്റ് ട്രാൻസ്ഫർ ടു HUF. ഒരു പ്രോപ്പർട്ടി HUFൻ്റെ ഒരു മെമ്പർ HUFലോട്ട് വല്ല അസറ്റും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇൻഅഡ്വക്കേറ്റ് കൺസിഡറേഷനാണ് ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ ആ പ്രോപ്പർട്ടിന് HUFന് വല്ല ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇൻകം നമ്മൾ ട്രാൻസ്ഫറായ നമ്മുടെ ഈ ട്രാൻസ്ഫറുടെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു ക്രോസ് ട്രാൻസ്ഫർ എന്നുള്ള കേസുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ടുള്ള
clubbing situations. We can discuss some more examples also so that you will get a more clarity. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസിൻ്റെ 2 കേസും അതുപോലെ തന്നെ മൈനർ ഇൻകം ക്ലബ് ചെയ്യുന്ന കേസുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നെക്സ്റ്റ് ഇല്ലൂസ്ട്രേഷൻ 5. വൈഭവ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 1/4/2018 ക്യാപിറ്റൽ 5 lakh ആയിരുന്നു. അവനൊരു ലോസ് ഉണ്ടായി 2 lakh 18-19. അപ്പോൾ ക്യാപിറ്റൽ 5 lakh ആണ്. പിന്നീട് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറയോ കൂടുമോ? അബ്സല്യൂട്ട്ലി ക്യാപിറ്റൽ കുറയും. അപ്പോൾ തുടക്കത്തിൽ 5 lakh ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലോസ് ഉണ്ടായി 2 lakh. അപ്പോൾ ഇനി ക്യാപിറ്റൽ അടുത്ത ഇയർക്ക് പോകുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 lakh ഉണ്ടാവുള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഈ ഫിനാൻഷ്യൽ പൊസിഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ വൈഫ് വൈശാലി എന്ത് ചെയ്തു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് പ്രോപ്പർട്ടി കൊടുത്തു. ആർക്ക് വെച്ചാൽ വൈഭവിൻ്റെ വൈഫ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു 5 lakh. അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം അസസി നമ്മുടെ വൈശാലി എന്ന് പറഞ്ഞ അസസി അവരുടെ സ്പൗസായ വൈഭവിന് ഗിഫ്റ്റായിട്ട് ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ വേണ്ട വിത്തൗട്ട് കൺസിഡറേഷൻ പ്രോപ്പർട്ടി കൊടുത്തു. അപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ബൈ അസസി ടു സ്പൗസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന പ്രപ്പോർഷനേറ്റ് പ്രോഫിറ്റ് ആരുടെ ഇൻകമായിട്ടാണ് നമ്മൾ ക്ലബ് ചെയ്യുക? സ്പൗസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ആളുടെ ഇൻകമായിട്ടാണ് നമ്മൾ ക്ലബ് ചെയ്യുക. നമുക്കറിയാം. അപ്പോൾ 5 ലക്ഷമാണ് കൊടുത്തത്. അപ്പോൾ 5 ലക്ഷം കൊടുക്കുമ്പോൾ മുമ്പത്തെ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വൈഭവിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 + 2 പോയി കഴിഞ്ഞാൽ 3 ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 5 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 3 + 5 ടോട്ടൽ ക്യാപിറ്റൽ ഇപ്പോൾ എത്രയായി? 8 ആയി. ഈ 8 ലക്ഷത്തിൽ 5 ലക്ഷവും ആര് കൊടുത്തതാണ്? വൈഫ് കൊടുത്തതാണ്. അപ്പോൾ പിന്നീട് ആ വർഷം വളരെ നന്നായി ബിസിനസ്സൊക്കെ നടന്നു. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി 4 ലക്ഷം. 4 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ നമ്മളെ ക്ലബ്ബിങ് ചെയ്യൂല എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 4 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായത് 8 ലക്ഷം ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ്. ഈ 8 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആര് കൊടുത്ത പൈസയാണ്? നമ്മുടെ വൈഫ് കൊടുത്ത പൈസയാണ്. അപ്പോൾ അത് ഹസ്ബൻഡിന് ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിലും ആ വൈഫ് കൊടുത്ത പൈസ ഉപയോഗിച്ച് എത്രയാണോ ഈ 4 ലക്ഷത്തിൽ ഉണ്ടായ പ്രോഫിറ്റ് അത് ആരുടെ ഇൻകമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യേണ്ടതാണ്? വൈഫിൻ്റെ ഇൻകമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ കാണുക? 4 lakh ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ആ 4 lakhൽ എത്രയാണ് നമ്മുടെ വൈഫ് കൊടുത്തത്? 5 ലക്ഷം ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ ക്യാപിറ്റൽ എത്ര? 8 ലക്ഷം. അപ്പോൾ 8 ലക്ഷമായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇറ്റ് വിൽ ബി അമൗണ്ടിങ് ടു 2,50,000. അപ്പോൾ 4 ലക്ഷത്തിൽ 2,50,000 നമ്മുടെ ആരെ പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ ക്ലബ് ചെയ്യുക? ആരുടെ? വൈഭവിൻ്റെ ബിസിനസ് ആണെങ്കിലും അത് വൈശാലിൻ്റെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലബിങ് ചെയ്യുക. ദാറ്റ് ഈസ് ഇല്ലൂസ്ട്രേഷൻ 5 കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസസി വേറൊരാൾക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷന് പ്രോപ്പർട്ടി കൊടുത്ത പ്രോപ്പർട്ടി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്നും ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് ചെയ്യുക. കസ്തൂരി ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു ABC കമ്പനിയിലോട്ട്. കണ്ടീഷൻ ദാറ്റ് ആ കിട്ടുന്ന റെൻ്റൽ ഇൻകം ഒരു 36,000 രൂപ അവരുടെ സൺസ് വൈഫിന് പറഞ്ഞാൽ അപ്പോൾ അമ്മായിയമ്മയാണ് ഡോട്ടർ ഇൻ ലോൻ്റെ പേരിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കസ്തൂരി ക്ലെയിംസ് ദാറ്റ് എമൗണ്ട് ഓഫ് 36,000 യൂട്ടിലൈസ്ഡ് ബൈ ഹെർ സൺസ് വൈഫ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് എന്താ പറയുക. അപ്പോൾ ഇവിടെ ക്ലബിങ് നടക്കുമോ ഇല്ലേ എന്നാണ് ക്ലിയർ എവിഡൻറ്റ്. ക്ലബിങ് എന്ത് ചെയ്യും? നടക്കും. അപ്പോൾ റെൻ്റൽ ഇൻകം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വാട്ട് വീസ് നമ്മുടെ ഏതൊക്കെ കിട്ടും? നമ്മുടെ സ്റ്റാൻഡ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് കൊടുത്തിട്ട് ക്ലബിങ് ചെയ്യുക. ഇനി മൈനർ ചൈൽഡിൻ്റെ ക്ലബിങ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. മിസ്റ്റർ എക്ക് 3 മൈനർ ചൈൽഡ് ഉണ്ട്. ഓക്കെ, 2 ട്വിൻ ഡോട്ടേഴ്സ് ആൻഡ് 1 സൺ. ഇൻകം ഓഫ് ദ ട്വിൻ ഡോട്ടേഴ്സ് ഈസ് 2,000 per month per annum. അപ്പോൾ 2 ട്വിൻ ഡോട്ടേഴ്സിനും 2,000 per annum ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 പേർക്കും കൂടെ 4,000 ഉണ്ടാവും. പിന്നെ സണ്ണിൻ്റെ 1,200 per annum. കമ്പ്യൂട്ട് ദ ഇൻകം ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് മൈനർ ചിൽഡ്രൻ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ എത്രയാണ് ഇൻകം കൂട്ടേണ്ടതെന്നില്ലാണ്. അപ്പോൾ ഓരോ ചൈൽഡിൻ്റെ ഇൻകം നമ്മൾ ക്ലബ് ചെയ്യുന്ന സമയത്തും നമുക്കറിയാം എത്ര രൂപ നമുക്ക് എക്സംഷൻ കിട്ടും. സെക്ഷൻ 1034 1,500 രൂപ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ഇവിടെ 2 ട്വിൻ ഡോട്ടേഴ്സിനും ഓരോരുത്തർക്കും 2,000 രൂപയാണ്. അപ്പോൾ 2,000 2,000 4,000 2 പേർക്കും 1,500 വെച്ച് എക്സംഷൻ കിട്ടും. അപ്പോൾ 3,000 എക്സംഷൻ കിട്ടും. അപ്പോൾ ബാക്കി ടാക്സിബിൾ 1,000. പിന്നെ രണ്ടാമത്തെ സണ്ണിന് 1,200 per annum ആണ്. അപ്പോൾ ഈ 1,200 per annum ഉറപ്പായിട്ടും 1,200 ഉള്ളല്ലോ. അപ്പോൾ ഫുൾ എമൗണ്ട് എന്തായിരിക്കും? എക്സെംപ്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ഇതിൽ ടാക്സിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലബ് ചെയ്യുമ്പോൾ എക്സംഷന് ശേഷം നമുക്ക് ടാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറും 1,000 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടെ ഹസ്ബൻഡിന് മിസ്റ്റർ എക്ക് 2,30,000 ആണ് ഇൻകം. അതുപോലെ തന്നെ മിസ്സിസ് എക്ക് വൈഫിന് 2,30,000 ആണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന് 3,90,000 ആണ്. പിന്നെ മക്കളുടെ ഇല്ലൂസ്ട്രേഷൻ 8 ആണ്. മക്കളുടെ ഇൻകം ആരുടെ കൂടെ ക്ലബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ കേസിൽ ക്ലബ്ബ് ചെയ്യൂല നമുക്കറിയാം. ഇനി ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആരുടെ കൂടെയാണ്?
ക്ലബ്ബിംഗ് ഇൻകം കൂട്ടാതെ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് ഉറപ്പായിട്ട് ഇവിടെ ഹസ്ബൻഡിനാണോ വൈഫിനാണോ? ഹസ്ബൻഡിനാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ക്ലബ്ബ് ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെയാണ് ക്ലബ്ബ് ചെയ്യേണ്ടത്? മൈനർ സണ്ണ് ബി ഉണ്ട്, കമ്പനി ഡെപ്പോസിറ്റ്. അപ്പോൾ ബീൻ്റെ മൈനർ സണ്ണിൻ്റെ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ക്ലബ്ബ് ചെയ്യണം. അടുത്ത മൈനർ ഡോട്ടർ സി ഫ്രം സ്പെഷ്യൽ ടാലൻറ്റ്. ക്ലബ്ബ് ചെയ്യാൻ പറ്റുമോ? സ്പെഷ്യൽ ടാലൻറ്റിൻ്റെ ഇൻകം പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ മൈനർ ഡോട്ടർ സി ഔട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ടാലൻറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കിട്ടിയ ഇൻട്രസ്റ്റ് അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും എന്താ പറയുക, നമുക്ക് ക്ലബ്ബ് ചെയ്യേണ്ട കേസാണ്. കാരണം സ്പെഷ്യൽ ടാലൻറ്റുമായി ഡയറക്റ്റ് ബന്ധമല്ലല്ലോ, ഇൻഡയറക്റ്റ് ബന്ധമല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ ക്ലബ്ബ് ചെയ്യണം. പിന്നെ ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ സിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് മിസ്സസ് ചെയ്യാൻ്റെ. അത് ക്ലബ്ബ് ചെയ്യേണ്ട കേസാണ്. പക്ഷേ നമുക്കറിയാം ക്യാഷ് ഗിഫ്റ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അപ് ടു 50,000 വരെ നമുക്ക് എന്തുണ്ട്? ലിമിറ്റ് എക്സംഷൻ ഉണ്ട്. സെക്ഷൻ 56(2)10 IFOs ഫൈൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എൻ്റെ ഇൻകം 3,90,000, ബീൻ്റെ ക്ലബ്ബ് ചെയ്യണം എത്ര? 15,000 രൂപ. 15,000 രൂപ ക്ലബ്ബ് ചെയ്യുമ്പോൾ ബിക്ക് ഒരു 1,500 രൂപ എക്സംഷൻ കിട്ടും അല്ലേ? എക്സംഷൻ കിട്ടില്ലേ? സെക്ഷൻ 1034 ഓരോ അസസിക്കും 15,000 രൂപ 1,500 രൂപ എക്സംഷൻ കിട്ടും. അപ്പോൾ നെറ്റ് വരെ 13,500 വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിക്ക് കിട്ടിയ എന്താ പറയുക, സീൻ്റെ സ്പെഷ്യൽ ടാലൻറ്റിൽ നിന്ന് കിട്ടിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടിയ പൈസ 3,000. അതിൽ നിന്നും എത്ര പോകും? ഒരു 1,500 നമുക്ക് എക്സംഷൻ കൊടുക്കും. അപ്പോൾ ബാക്കി ടോട്ടൽ ആക്സെപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 4,05,000. ലാസ്റ്റ് ക്ലബ്ബിങ്ങിൻ്റെ കേസാണ് ക്രോസ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള സിറ്റുവേഷൻ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. മിസ്റ്റർ വാസുദേവൻ ഒരു സം ഓഫ് 6 lakh ഡെപ്പോസിറ്റ് ഗിഫ്റ്റ് ചെയ്തു. ആർക്ക് വെച്ചാൽ അവൻ്റെ ബ്രദറുടെ വൈഫിന്. വാസുദേവൻ്റെ ബ്രദറിൻ്റെ വൈഫിന് വാസുദേവൻ്റെ ബ്രദറിൻ്റെ വൈഫിന് ഒരു 6 lakh rupees എന്ത് ചെയ്തു? ഗിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അവൻ്റെ ബ്രദർ എന്ത് ചെയ്തു വെച്ചാൽ 5 lakh വാസുദേവൻ്റെ വൈഫിന് എന്ത് ചെയ്തു? ഗിഫ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ വാസുദേവൻ ഡയറക്റ്റ് അവൻ്റെ ബ്രദറിന് കൊടുക്കേണ്ട പൈസ, ബ്രദർ തിരിച്ച് വാസുദേവന് കൊടുക്കേണ്ട പൈസ. അതിന് പകരം അവരെന്ത് ചെയ്തു? വാസുദേവൻ അവൻ്റെ ബ്രദറിൻ്റെ വൈഫിന് കൊടുത്തു, ബ്രദർ വാസുദേവൻ്റെ വൈഫിന് കൊടുത്തു. കൊടുത്ത എമൗണ്ട് വാസുദേവൻ കൊടുത്തത് 6 lakh, തിരിച്ചിങ്ങോട്ട് കൊടുത്തത് 5 lakh. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ പൈസ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് പറയാൻ പറ്റുന്നത് 5 lakh ഉള്ളൂ. അല്ലാതെ ടോട്ടൽ 6 lakh അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഓക്കെ. Then gifted amount were invested as fixed deposit in bank by Mrs. Vasudevan and wife of Mrs. Vasudevan brother on 1/8/2019 at 9% interest. 1/8/2019 എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 2019. അപ്പോൾ ആഗസ്റ്റിന് 9% ഇൻട്രസ്റ്റിൽ ഈ പൈസ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലാണ്? 9% ഇൻട്രസ്റ്റിൽ. അപ്പോൾ 9% ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? വാസുദേവൻ്റെ വൈഫ് ഡെപ്പോസിറ്റ് ചെയ്തു. വാസുദേവൻ്റെ വൈഫ് ഡെപ്പോസിറ്റ് ചെയ്ത് 5 ലക്ഷം, ബ്രദറിൻ്റെ വൈഫ് ഡെപ്പോസിറ്റ് ചെയ്ത് 6 lakh. 1/8 ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ 1/8 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹൗ മെനി മന്ത്സ് ഉണ്ട്? 1/8 ആണെങ്കിൽ ഇവിടെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഹൗ മെനി മന്ത്സ്? 8 മാസത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. എത്ര രൂപ? ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് 5 ലക്ഷം, ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് 6 lakh. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ക്രോസ് ആയിട്ട് പോണ പൈസ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? 5 lakh ഉള്ളൂ. രണ്ടുപേരും കോമൺ ആയിട്ട് ഇട്ട പൈസ, ക്രോസ് ട്രാൻസ്ഫറിൻ്റെ പൈസ 5 ലക്ഷം ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു ഹൗ മച്ച് പെർസെൻറ്റേജ്? 9% ഇൻറ്റു മന്ത്സ്. എത്ര മന്ത്സിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 8/12. അപ്പോൾ ടോട്ടൽ 30,000 ആണ് നമ്മുടെ ഇവർക്ക് രണ്ടുപേർക്കും പോകുന്ന രീതിയിലുള്ള ക്രോസ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം ഉണ്ടാവുക. ഈ ഇൻകം ശരിക്കും ആക്ച്വലി റിസീവ് ചെയ്യുന്നത് വാസുദേവൻ്റെ വൈഫും ബ്രദറിൻ്റെ വൈഫും ആണെങ്കിലും ഈ ഇൻകം ഉണ്ടാവാൻ കാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ വാസുദേവനും ബ്രദറാണ്. അപ്പോൾ വാസുദേവൻ്റെ വൈഫിൻ്റെ ഇൻകം വാസുദേവൻ്റെ കയ്യിലും അതുപോലെ തന്നെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഇൻകം ബ്രദറിൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 6 lakh ടോട്ടൽ എടുക്കാതെ? 6 lakh അല്ല ഇവിടെ ക്രോസ് ട്രാൻസ്ഫർ എമൗണ്ട്. ഇവിടെ ക്രോസ് ട്രാൻസ്ഫർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 5 lakh ആണ്. ദിസ് ഈസ് എ കേസ് ഓഫ് ക്രോസ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ സിറ്റുവേഷൻസിലെല്ലാമാണ് നമ്മൾ ക്ലബ്ബിങ് ചെയ്യുക. സോ ലെസ് ദാൻ അല്ലെങ്കിൽ ജസ്റ്റ് 40 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ ക്ലബ്ബിംഗ് പ്രൊവിഷൻസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വിത്ത് റെലവൻറ്റ് മോർ ദാൻ 6 to 8-9 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്ലബ്ബിംഗ്. ഈസി ചാപ്റ്റർ. ക്വസ്റ്റ്യൻ ചോദിച്ച ലോട്ടറിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. Then questions ചെയ്ത് നോക്കുക. In case of any doubts you can contact me. Have a nice learning. That's all now.